ഇന്ന് ബംഗ്ലാദേശും ഇംഗ്ലണ്ടും കളി ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. ഒരുപാട് വമ്പൻ ടീമുകൾ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അപ്പോൾ വേൾഡ് കപ്പിൻ്റെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് പാകിസ്ഥാൻ പുറത്തായി, അതുപോലെ ന്യൂസിലാൻഡും പുറത്തായിരിക്കുകയാണ്. ഇനി ശ്രീലങ്ക പുറത്തായി, ഇംഗ്ലണ്ട് പുറത്താകലിൻ്റെ വക്കിലാണ്. എപ്പോൾ വേണമെങ്കിലും പുറത്താകാൻ സാധ്യതയുണ്ട്. ആദ്യമായി ഗ്രൂപ്പ് സി നോക്കിയാൽ അവിടെ വെസ്റ്റ് ഇൻഡീസ്, അഫ്ഗാനിസ്ഥാൻ ഈ രണ്ട് ടീമുകളാണ് കയറാൻ പോകുന്നത്. ന്യൂസിലാൻഡിന് ഒരു പോയിന്റ് പോലുമില്ല, ന്യൂസിലാൻഡ് പുറത്തായിരിക്കുകയാണ്. ഇനി ഗ്രൂപ്പ് ഡി നോക്കിയാൽ സൗത്ത് ആഫ്രിക്ക, ബംഗ്ലാദേശ് ഇവരാണ് കയറാൻ പോകുന്നത്. ശ്രീലങ്ക പുറത്തായിരിക്കുകയാണ്. ഇനി ഗ്രൂപ്പ് ബി നോക്കിയാൽ ഇവിടെ ഓസ്ട്രേലിയ ഓൾറെഡി ക്വാളിഫൈഡ് ആയി. രണ്ടാം സ്ഥാനത്ത് സ്കോട്ട്ലൻഡാണ്, അവർക്ക് 5 പോയിന്റ് ഉണ്ട്. ഇംഗ്ലണ്ട് ആകട്ടെ 3-ാം സ്ഥാനത്താണ്, അവർക്ക് ഇതുവരെ 3 പോയിന്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി അവർക്ക് ഒരു കളി കൂടി ബാക്കിയുണ്ട്, അതിൽ ജയിച്ചാൽ 5 പോയിന്റ് നേടാം. ഇതേ സമയം സ്കോട്ട്ലൻഡ് അടുത്ത മത്സരത്തിൽ ജയിച്ചാൽ സ്കോട്ട്ലൻഡ് ആയിരിക്കും കയറാൻ പോകുന്നത്. ഇംഗ്ലണ്ട് പുറത്താണ്. ഇനി ഇന്ത്യയുടെ ടീമിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഓൾറെഡി 6 പോയിന്റുമായിട്ട് ക്വാളിഫൈഡ് ആയി. രണ്ടാം സ്ഥാനത്ത് USA, അവർക്ക് 4 പോയിന്റ് ഉണ്ട്. ഇനി അവർക്ക് ഒരു മാച്ചും കൂടി ബാക്കിയുണ്ട്. USAയും അയർലൻഡും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഈ മാച്ചിൽ USA ജയിച്ചാൽ അവരാണ് ക്വാളിഫൈഡ് ആകാൻ പോകുന്നത്. പാകിസ്ഥാൻ പുറത്താണ്. പാകിസ്ഥാന് 3 മാച്ചിൽ നിന്ന് 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. അടുത്ത മത്സരം ജയിച്ചാലും പാകിസ്ഥാന് 4 പോയിന്റ് മാത്രമേ നേടാൻ സാധിക്കൂ. അതുകൊണ്ട് പാകിസ്ഥാൻ 99% പുറത്തായിരിക്കുകയാണ്. USA ടീം തോറ്റാൽ മാത്രമേ പാകിസ്ഥാനിന് ചാൻസ് ഉള്ളൂ. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യ ക്വാളിഫൈഡ് ആയി. സൂപ്പർ 8-ൽ ഇന്ത്യക്ക് ശക്തരായ എതിരാളികളാണ്. സൂപ്പർ 8-ൽ ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ് നേർക്കുനേർ വരുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.